തീവ്രവാദികളും ഭീകരാക്രമണവും കൊണ്ട് അഴിഞ്ഞാട് നിന്ന ഒരിടമായിരുന്നു ജമ്മു കാശ്മീർ. ആ കാശ്മീരിനെ സ്വതന്ത്രമാക്കി ജനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, ആ നാടിന് സമ്പദ് വ്യവസ്ഥയിൽ ഉണർവുണ്ടാക്കി കൊടുത്ത, വിപണിയെ ഉണർത്തിയ, ടൂറിസ്റ്റ് ഇടമായി മാറിയ അല്ലെങ്കിൽ മാറ്റിയെടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. 2014 അധികാരത്തിൽ വന്ന നാൾ മുതൽ അതിനെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമമാണ് നടത്തിയത്. അതിനെ മാറ്റിയെടുത്തതിൻ്റെ പേരിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ BJP സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതാണ്. അങ്ങനെ സ്വൈരജീവിതത്തോടുകൂടി മുമ്പോട്ട് പോവുകയായിരുന്ന ജമ്മു കാശ്മീരിൽ അവിടെ ഇപ്പോൾ അശാന്തി വീണിരിക്കുകയാണ്. തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു നുഴഞ്ഞുകയറ്റമാണ് നമ്മൾ കണ്ടത്. മതത്തിൻ്റെ പേരിൽ മതമേതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ തങ്ങൾക്ക് നിരക്കാത്ത മതത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഹിന്ദുവാണോ, മുസൽമാനാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് കൊന്നുവീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അവശേഷിച്ച ചിലരോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കണം, കാരണം നിങ്ങൾ പോയി മോദിജിയോട് പറയണം ഇവിടെ നടന്നത് എന്താണെന്ന്. അപ്പോൾ മോദിജിയോടായിരുന്നു മുഴുവൻ പകയും. കാരണം കാശ്മീരിനെ സ്വതന്ത്രമാക്കിയ മോദിയോടുള്ള പകയാണ് നമ്മൾ കശ്മീരിലെ ബൈസരൺ താഴ്വരയിൽ കണ്ടത്. അവിടെ മതമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കൊല്ലുന്നത്, മതത്തിൻ്റെ പേരിൽ മരിച്ചു വീഴുന്നവരെയാണ് നമ്മൾ കണ്ടത്. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിട്ട് ഏതാനും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനോടുള്ള പ്രതികാരവും കൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രതികാരദാഹവുമായിട്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ അവിടെ കഴിഞ്ഞിട്ടുള്ളത്. സമാധാനത്തിൻ്റെ നാടായി മാറ്റിയെടുത്ത കശ്മീരിനെ അവിടെ തകർത്തെറിയുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തീവ്രവാദികൾ കയറി വന്നത്. എന്തായാലും ഇസ്രയേൽ ഹമാസിന് നേരെ നടത്തിയ അറ്റാക്ക് ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയതാണ്. അത്തരത്തിൽ ഇന്ത്യ ഈ പാകിസ്ഥാൻ തീവ്രവാദികളെയും, എന്തിന് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള തീവ്രവാദം വെച്ചു പുലർത്തുന്നവരെയും തന്നെ തൂത്തെറിയാനുള്ള തീരുമാനവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കശ്മീരിൽ പറന്നെത്തുകയാണ് ചെയ്തത്. സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രി യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3-ാം തവണയാണ് നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ എത്തുന്നത്. ഇന്ത്യയും സൗദിയുമായിട്ടുള്ള ആ ഒരു ബന്ധവും കൂടിക്കാഴ്ചയും ആ രാജ്യങ്ങളുടെയും ഇരു രാജ്യങ്ങളുടെയും നേട്ടവും ഒന്നും പാകിസ്ഥാൻ അത്ര സുഖിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഇന്ത്യയും US തമ്മിലുള്ള പലതരത്തിലുള്ള കരാർ ഇടപാടുകളും അതും സുഖിക്കുന്ന കാര്യമല്ല പാകിസ്ഥാന്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട്, അത് US വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയവും കൂടി, പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസത്തിൽ ഇന്ത്യയും US വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ പോവുകയാണ്. പുതിയൊരു അധ്യായം തുറക്കാൻ പോവുകയാണ്. അതിന് ഇല്ലാതാക്കാനെന്നുള്ള വണ്ണമാണ് ഈ ഭീകരവാദം ഇവിടെ നിറഞ്ഞ് ആടാൻ തുടങ്ങിയത്. കശ്മീരിനെ ഏതെല്ലാം തരത്തിൽ മോദി സർക്കാർ മാറ്റിയെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവിടുത്തെ ജനജീവിതം ഒരു കാലത്ത് ദുസ്സഹമായിരുന്നു. ആ ജീവിതത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിലുള്ള ആർക്കും എവിടെ കശ്മീരിലെത്താം, അവിടെ താമസിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും കശ്മീരിലെത്താം. സ്വതന്ത്രമായിട്ട് ഭയമില്ലാതെ ഇറങ്ങി നടക്കാം രാത്രിയും പകലും. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി വെച്ചു. ആ സ്ഥിതിവിശേഷം ലോകമെമ്പാടും പരക്കുകയും ചെയ്തു. ലോകത്തിലെ, ഇന്ത്യയിലെ ഒരു മിനി സ്വിറ്റ്സർലൻഡായി മാറിയിരിക്കുന്ന കശ്മീരിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടായി. ആ പ്രവാഹത്തിലൂടെ കശ്മീരിന് സാമ്പത്തിക നില ഉയർന്നു എന്നുള്ളതാണ്. അവരുടെ വിപണി ഉണർന്നു. ജനങ്ങൾ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചു. അവരുടെ മനസ്സിൽ മനുഷ്യരെയും നന്മയും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങി.
അങ്ങനെ നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ മനുഷ്യരുടെ ഇടയിലേക്കാണ് ഈ തീവ്രവാദവും ഹിംസയുമായിട്ട് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ തീവ്രവാദി സംഘം കടന്നു കയറിയത്. അവരുടെ നാട്ടിലെത്തിയ, അതായത് കശ്മീരിലെത്തിയ ടൂറിസ്റ്റുകളെ ഇല്ലാതാക്കുക, അങ്ങനെ ഇനിയും വരാൻ പോകുന്ന ടൂറിസ്റ്റുകളുടെ വരവ് പോലും തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. അതും ടൂറിസ്റ്റുകളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകളെ. ഇവിടെ 27 പേർ മരിച്ചപ്പോൾ അതിൽ 2 പേർ വിദേശ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ലോകത്ത് പരക്കുന്ന എന്താണ്? ഇന്ത്യയിലെ കശ്മീരിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, അവിടെ ജീവന് നമുക്ക് സ്വസ്ഥതയുണ്ടാകില്ല എന്ന് പുറം ലോകം അറിയുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇമേജ് തന്നെ തകർത്തെറിയുക, ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയ ഒരു നടുനായകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർത്തെറിയുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കണം, G20 കൂട്ടായ്മ, അതിനായിട്ട് ലോക നേതാക്കളെ മുഴുവൻ അവിടെ ഇന്ത്യ എത്തിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കശ്മീരിൽ അവിടെ സ്വതന്ത്രമാക്കി മാറ്റി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് G20 കൂട്ടായ്മ അവിടെ വെച്ച് നടത്തിയത്. ഇതൊക്കെ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഈ തഹാവൂർ റാണയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയും ഇനിയും കടുത്ത ശിക്ഷയിലേക്ക് പോവുകയും ചെയ്യുമെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് അതിനോടുള്ള പ്രതികാരവും എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. എന്തായാലും സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുന്നതും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. US-ഉമായിട്ടുള്ള ബന്ധവും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഇന്ത്യ പല കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും അവിടെ ശക്തമായ ഒരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ട്. ഇന്ത്യ എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് കാതോർത്തിരിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലായാലും ഇസ്രയേൽ ഗാസ യുദ്ധത്തിലായാൽ പോലും ഇന്ത്യക്ക് ഒരഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായം അത് കേൾക്കാനായിട്ടാണ് ലോകം കാതോർത്തിരുന്നത്. ഇസ്രയേൽ ഗാസയിൽ കയറി അടിച്ച് തകർത്തതുപോലെ അവിടെ ആ ഗാസ എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതായത് നമുക്കറിയാം. അവിടെ അതിനെ ഒരു പൂർവ്വസ്ഥിതിയിൽ എത്തിക്കണമെങ്കിൽ ഒരു 350 വർഷമെങ്കിലും കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. ട്രംപ് പറയുന്നത് ഗാസയിൽ അവശേഷിക്കുന്ന പലസ്തീൻകാരെ പോലും അവിടെ നിന്ന് ഒഴിപ്പിച്ചെങ്കിൽ മാത്രമേ അത് ഗാസയെ പൂർണ്ണമായ രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ പാകിസ്ഥാനെയും ഇത്തരത്തില് ഇവിടെ നിന്ന് തൂത്തെറിയണം, ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കണം. അതിന് ഇസ്രായേൽ പോലുള്ള ഒരു കരുത്തന്മാരുടെ ജൂതന്മാരുടെ നാടായ ഇസ്രായേലിനെ തന്നെ കൂട്ടുപിടിച്ചാലും അതിൽ തെറ്റില്ല.